എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങളെ കൊണ്ടുപോകുന്നത് ട്രിവാൻഡ്രത്തെ വൺ ഓഫ് ദ ബെസ്റ്റ് വ്യൂ പോയിന്റിലോട്ടാണ്. തമ്പുരാൻപാറ ട്രക്കിംഗ് സെൻറ്റർ. പ്രധാനമായും 3 വ്യൂ പോയിന്റുകളാണ് ഇവിടെ ഉള്ളത്. ആ 3 വ്യൂ പോയിന്റുകളും നമുക്ക് ഈ വീഡിയോയിൽ കാണാം. 200-ലധികം പടവുകൾ കയറി ഒന്നാമത്തെ വ്യൂ പോയിന്റിലെത്താം. കിതപ്പോടെയാണ് ഒന്നാമത്തെ വ്യൂ പോയിന്റിൽ എത്തിയതെങ്കിലും ആ വ്യൂ കണ്ടപ്പോൾ എന്തെന്നില്ലാത്ത ഒരു സന്തോഷം തോന്നി. മലനിരകൾ ആകാശം മുട്ടെ ഉയർന്നു നിൽക്കുന്നു. താഴെ വലിയൊരു കൊക്കയും. തിരുവനന്തപുരം ജില്ലയിലെ മതപുരം എന്ന സ്ഥലം. വെമ്പായത്ത് നിന്ന് 4 കിലോമീറ്റർ യാത്ര ചെയ്താൽ തമ്പുരാൻപാറയിലെത്താം. ആദ്യമായാണ് ഞാനിവിടെ വരുന്നത്. ആദ്യത്തെ വ്യൂ പോയിന്റ് തന്നെ എന്നെ ശരിക്കും ഞെട്ടിച്ചു. വൈകുന്നേരം ഒരു 4:30-യോടെയാണ് ഞങ്ങളിവിടെ എത്തുന്നത്. സമയം പോയത് അറിഞ്ഞതേയില്ല. ഇറങ്ങിയപ്പോൾ മഴ പെയ്തെങ്കിലും പാറയിലെത്തിയപ്പോൾ പെട്ടെന്ന് ക്ലൈമറ്റ് എല്ലാം ഓക്കെയായി. ആദ്യത്തെ വ്യൂ പോയിന്റ് ഇതാണെങ്കിൽ അടുത്ത വ്യൂ പോയിന്റ് എങ്ങനെയാകും? ആകാംക്ഷയോടെ അടുത്ത വ്യൂ പോയിന്റിലേക്ക് ഞങ്ങൾ പതിയെ നടന്നു കയറി. പാറയിലൂടെ മുകളിലേക്ക് കയറാൻ കുറച്ചു പാടാണ്. ഇടതുഭാഗത്തായി പിടിച്ചു കയറാനായി ഇതുപോലെ ഒരു സ്റ്റീൽ പൈപ്പ് ഇട്ടിട്ടുണ്ട്. ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെ കീഴിലാണ് ഈ സ്ഥലം. പക്ഷേ ഇവിടെ അതിൻ്റേതായ ഒരു പ്രവർത്തനങ്ങളും നടക്കുന്നില്ല. ഒരു സെക്യൂരിറ്റി പോലും ഈ സ്ഥലത്തില്ല. വർഷങ്ങളായി ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഞാൻ പാറയിലൂടെ പതിയെ മുകളിലേക്ക് കയറാൻ തുടങ്ങി. പാറയും ആകാശവും കൂട്ടിമുട്ടുന്ന പോലെ ഒരു വ്യൂ ഉണ്ട്. ഇത് നേരിട്ട് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. പാറമുകളിലേക്ക് കയറുമ്പോൾ ഉള്ള വ്യൂ ആണ് നിങ്ങളീ കാണുന്നത്. സെക്കൻഡ് വ്യൂ പോയിന്റിലേക്ക് നമ്മൾ ഇനിയും എത്തിയിട്ടില്ല. നടന്നു ചെന്നെത്തുന്നത് ഈ മരക്കൊമ്പിൻ്റെ അടുത്താണ്. അതിൽ കുറച്ച് റിബണൊക്കെ കെട്ടിയിട്ടുണ്ട്. അവിടെ നിന്ന് ആകാശം കാണാൻ വളരെ ബ്യൂട്ടിഫുൾ ആണ്. അങ്ങനെ നമ്മൾ സെക്കൻഡ് വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് വ്യൂ പോയിന്റ് നമ്പർ 2. ആദ്യത്തേതിൽ നിന്നും മികച്ചതെന്ന് പറയാം. മാത്രമല്ല സൺസെറ്റിന് സമയമായിരിക്കുന്നു. സമുദ്രനിരപ്പിൽ നിന്ന് 700 അടി ഉയരത്തിലാണ് മൂന്നാമത്തെ വ്യൂ പോയിന്റ്, ടോപ്പ് വ്യൂ. അവിടെ 15 അടി ഉയരത്തിൽ ഒരു ഗണപതി വിഗ്രഹവും. ഒരുപാട് വീഡിയോസിൽ ഞാൻ ആ വിഗ്രഹം കണ്ടിട്ടുണ്ട്. താഴെ നിന്ന് കയറി വരുമ്പോഴേ വിഗ്രഹം കാണാം. മൂന്നാമത്തെ വ്യൂ പോയിന്റിലേക്ക് ഓടി കയറാൻ തീരുമാനിച്ചു. ഓടിക്കയറുമ്പോൾ ഞാൻ കരുതിയില്ല എൻ്റെ ലൈഫിലെ ബെസ്റ്റ് സൺസെറ്റാണ് ഞാൻ കാണാൻ പോകുന്നതെന്ന്. സൂര്യനെ നോക്കിയിരിക്കുന്ന വിഘ്നേശ്വരൻ്റെ പ്രതിമയും സൺസെറ്റ് കൂടിയായപ്പോൾ ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് എനിക്ക് കിട്ടിയത്. ബ്ലാക്ക് ആൻഡ് ഗോൾഡൻ കളറിലാണ് ഈ പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത്. 15 അടിയോളമാണ് പ്രതിമയുടെ ഉയരം. എന്നാൽ വളരെ മനോഹരമായാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഗൈസ്, അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തമ്പുരാൻപാറയിലെ ഏറ്റവും ടോപ്പിലാണ്. ദേ ഇവിടെ കിട്ടില്ല വ്യൂ ആണ് ഗൈസ്. കാരണം നമുക്കിവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സൺസെറ്റ് ടൈമാണ്. ഇപ്പോൾ കറക്റ്റ് ടൈമിലാണ് ഞാൻ വന്നത്. ഞാൻ ഇറങ്ങിയ സമയത്ത് കുറച്ച് മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു സൺസെറ്റ് കിട്ടുമോ, കാണാൻ പറ്റുമോ എന്നുള്ള ഒരു ചെറിയൊരു വിഷമത്തിലാണ് വന്നത്. പക്ഷേ ഇപ്പോൾ അതെനിക്ക് മാറിക്കിട്ടി. വന്നില്ലെങ്കിൽ ഭയങ്കര നഷ്ടമായിരുന്നു. മാത്രമല്ല നമുക്കിത് ഇവിടെ ഒരു പുതിയൊരു ഫ്രണ്ടിനെ കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ
ബ്രോ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്തായാലും പേര് പറഞ്ഞോ? എൻ്റെ പേര് സൂരജാണ്. ഞാൻ തിരുമലയിൽ നിന്ന് വരുന്നത്. നമ്മൾ ഇവിടെ വന്നിട്ടാണ് ബ്രോനെ കണ്ടത്. ഭയങ്കര ഫ്രണ്ട്ലി ആണ് കേട്ടോ ആള്. നമ്മളിവിടെ വന്ന് ഭയങ്കരമായിട്ട് കമ്പനിയായി. അപ്പോൾ പുതിയൊരു ഫ്രണ്ടിനെയും കൂടെ നമുക്ക് കിട്ടി ഇവിടെ വന്നിട്ട്. അപ്പോൾ എല്ലാം കൊണ്ടും പ്ലസ് ആണ്. അപ്പോൾ എങ്ങനെയുണ്ട് സ്ഥലം? സീരിയസ്ലി അമേസിംഗ്, അടിപൊളിയല്ലേ? സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു കയറി വന്ന സമയത്ത്. കാരണം എൻ്റെ വീടിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ ആണ് ഈ ഒരു സ്ഥലത്ത് വരാനായിട്ട്. പക്ഷേ നല്ല ദൂരം. ബ്രോ ഇത്തിരി ദൂരത്തു നിന്നാണ് വരുന്നത്. എൻ്റെ വീടിന് തൊട്ട് ഞാൻ പോത്തങ്കോടാണ്. അവിടുന്ന് ഏകദേശം വെമ്പായത്താണ് നമ്മുടെ തമ്പുരാൻപാറ വരുന്നത്. അപ്പോൾ 3 കിലോമീറ്ററൊക്കെ വരുന്നുള്ളൂ. പക്ഷേ ഇതുവരെയും 10-26 വർഷമായില്ലേ, എന്നിട്ട് ഇതുവരെയും നമ്മളിവിടെ വന്നില്ല എന്നുള്ള ഒരു കാര്യമാണ്. മടവൂർപ്പാറ നമ്മൾ പോയിട്ടുണ്ട്, അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് തവണ പോയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സ്ഥലം ഗൈസ് ഇവിടെ വരാൻ മസ്റ്റ് ട്രൈ ആണ്. നമ്മളിവിടെ വരിക, വന്നിട്ട് ഇവിടെ ഇരിക്കാം, നമുക്ക് മെഡിറ്റേറ്റ് ചെയ്യാനൊക്കെ അടിപൊളി സ്ഥലമാണ്. ബ്രോ കുറച്ച് ഒരു ഫിസിക്കൽ റിലേറ്റഡ് സ്പോർട്സ് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്ന ഒരാളും കൂടിയാണ്. അപ്പം ബ്രോ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു സെഷനൊക്കെ വേണമെങ്കിൽ ഇവിടെ കണ്ടക്ട് ചെയ്യാം അല്ലേ? അടിപൊളിയാണ് കേട്ടോ, അടിപൊളി വ്യൂ ആണ്. എന്തായാലും നമുക്ക് പുതിയ ഒരു ഫ്രണ്ടിനെ കൂടെ കിട്ടിയിരിക്കുകയാണ് അല്ലേ? താങ്ക് യു ബ്രോ. അടിപൊളി ഫ്രണ്ട്ലി ആണ്. അപ്പോൾ ഈ ഒരു മൈൻഡ് എപ്പോഴും കീപ്പ് ചെയ്യുക. കാരണം കുറച്ചും കൂടെ ഫ്രണ്ട്സ് ഉണ്ടാകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഒരു വൈബല്ലേ. അപ്പോൾ ഈ ഒരു മൈൻഡ് സെറ്റ് എപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ. എന്തായാലും എൻജോയ് ചെയ്യാം. ഓക്കെ. നല്ല തണുത്ത കാറ്റ് ശക്തിയായി വീശുന്നുണ്ടായിരുന്നു. ഈ സ്പോട്ട് എൻ്റെ ഫേവറേറ്റ് സ്പോട്ടായി മാറിക്കഴിഞ്ഞു. ഹായ്. നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? ഞങ്ങൾ തിരുവനന്തപുരം ഗവൺമെന്റ് ഹോം മെഡിക്കൽ കോളേജിലെ ഹൗസ് സർജൻ വിദ്യാർത്ഥികളാണ് ഞങ്ങൾ. ഓക്കെ. അപ്പോൾ എങ്ങനെയുണ്ട് സ്ഥലം? എങ്ങനെയുണ്ട്? ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. തിരുവനന്തപുരത്തേക്ക് ഇത്രയും നല്ലൊരു സ്ഥലം ആദ്യമായിട്ടാണ്. ഇത് എങ്ങനെ അറിഞ്ഞു? ഈ ഒരു സ്ഥലത്തെ പറ്റി എങ്ങനെ അറിഞ്ഞു? സ്ഥലത്തെ കുറിച്ച് നേരത്തെ എങ്ങനെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ റീൽസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ, ഒരുപാട് റീൽസ്. ഫസ്റ്റ് ടൈം ആണ് വരുന്നത്? എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? സൂപ്പർ. ഇവിടുത്തെ ഒരു അസ്തമയ കാഴ്ച ഭയങ്കര മനോഹരമാണ്. അടിപൊളി അല്ലേ? കിട്ടില്ല വ്യൂ അല്ലേ? ഞാനിവിടെ അടുത്തുള്ള, ഞാൻ എന്നിട്ട് ഈ സ്ഥലത്ത് ഇതുവരെ വന്നിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് ഞാൻ വരുന്നത്. പക്ഷേ ഒരു രക്ഷയില്ലല്ലേ? അടിപൊളിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു? ഓക്കെ, താങ്ക് യു സോ മച്ച്. ഞാൻ വന്ന സമയത്ത് ആരും തന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ സൺസെറ്റ് ടൈം ആയപ്പോൾ കുറേ ഫ്രണ്ട്സ് അവിടെ വന്നു. അവരും വീഡിയോ എടുക്കാനായി കൂടെ കൂടി. ഇങ്ങോട്ടുള്ള യാത്ര കുറച്ച് സാഹസികത നിറഞ്ഞ ഒന്ന് തന്നെയാണ്. മുന്നിൽ വലിയ കൊക്കയാണ്. കയറി വരുമ്പോഴും സുരക്ഷയ്ക്കായി പ്രത്യേകിച്ച് ഒന്നും തന്നെയില്ല. മഴ സമയത്ത് വരാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ കുട്ടികൾക്കും പറ്റിയ ഒരു സ്പോട്ടാണ് ഇതെന്ന് എനിക്ക് തോന്നുന്നില്ല. സമാധാനത്തോടെ പാട്ടൊക്കെ കേട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറച്ചധിക നേരം ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തു. ഈ വ്യൂ ഒക്കെ കണ്ടിരുന്ന് സമയം പോയത് അറിഞ്ഞതേയില്ല. തിരിച്ചിറങ്ങാൻ ടൈമായിരിക്കുന്നു. ഗൈസ്, എനിക്ക് ഭയങ്കര ഒരു പോസിറ്റിവിറ്റി തന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. മനസ്സിന് ഭയങ്കര സന്തോഷവും സമാധാനവും ഒക്കെ എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ പലരും ഈ സ്ഥലത്ത് വന്നിട്ടുണ്ടാവാം. വന്നിട്ടുള്ളവർ അവരവരുടെ എക്സ്പീരിയൻസ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഞാനൊരു ബിഗിനറാണ്, പക്ഷേ ഞാൻ എൻ്റെ മാക്സ് എഫേർട്ട് ഇട്ടിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ തമ്പുരാൻപാറയുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.